ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായാണ് അമ്മ സംഘടനയിലെ പ്രതിനിധികൾ മുത്തങ്ങ സ്കൂളിലെത്തിയത്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, എന്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. താരപ്പകിട്ടില്ല, കുരുന്നുകൾക്കൊപ്പം ഒരു സന്തോഷപ്പകൽ. ആടിയും പാടിയും ഉല്ലസിച്ച നേരം. മുത്തങ്ങ സർക്കാർ സ്കൂളിൽ കുട്ടികൾക്കൊപ്പം വെള്ളിത്തിരയിലെ താരങ്ങൾ. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണിത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ താരങ്ങളെന്ന് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ വലിയ മനസ്സായിരിക്കും. പക്ഷെ താരങ്ങളായിട്ടില്ല. ഞങ്ങൾ അമ്മ അഭിനേതാക്കളായ തൊഴിൽ അഭിനയമായ അഭിനേതാക്കളുടെ സംഘടനയാണ് ഞങ്ങൾ. അമ്മ നാടറിയുക, കേരളം അറിയുകയും കൂടി ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ ഔട്ട്റീച്ച് പ്രോഗ്രാം നമ്മുടെ മെമ്പേഴ്സ് കേരളം മുഴുവനുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നമുക്ക് അനു സിത്താരയുണ്ട്, ബേസിൽ ഷെയ്ൻ സണ്ണി വെയിൻ, ആൻഡ് ദെൻ നമ്മുടെ അബുക്കയുണ്ട്, അബു സലീമുണ്ട്, സജിത ബേറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് വയനാട് നിന്നുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാം എറണാകുളം അല്ല, ഒന്ന് മാറുമ്പോൾ ഞങ്ങളും ഒന്ന് അറിയും മറ്റുള്ളവരെ കുറിച്ചും, എവിടെ നിന്നാണ് ഇവർ വരണത്, അവിടെ എന്തൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഞങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നമ്മുടെ കൈയൊന്നും നീട്ടുക? നമ്മളും ഒരു ചാരിറ്റി സംഘടനയാണ്. ഞങ്ങളും പലതരത്തിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ഷോസ് വരുമ്പോഴും ഒക്കെയാണ് ഞങ്ങളും ഞങ്ങളുടെ മെമ്പേഴ്സിനെ സഹായിക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാശും അതിനുള്ള ഇൻകമും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് പുറത്തേക്കും നമ്മുടെ കൈ നീട്ടുമ്പോൾ കിട്ടുന്നത് തന്നെ തിരിച്ചു കൊടുക്കാനും കഴിയണം എന്ന് ഞങ്ങളുടെ ഈ പുതിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒന്നൊന്നായി ചെയ്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹിയറിംഗ് എയ്ഡായിരുന്നു കൊടുത്തിരുന്നത് ഇതുവരെ കേൾവി ശക്തിയില്ലാത്ത കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ നൂൽപ്പുഴ പഞ്ചായത്ത് ഈ സ്കൂളിനെ കുറിച്ച് പ്രത്യേകം കേട്ടു. അറ്റൻഡൻസ് കുറവായതുകൊണ്ട് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി 10 വർഷം മുമ്പ് അങ്ങനെ ഒരു വലിയ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കുട്ടികൾ, ഇവിടെ ട്രൈബൽ കുട്ടികൾ മാത്രം പഠിക്കുന്ന, എല്ലാ ട്രൈബൽ മേഖലയിലെയും ഉള്ളവരുണ്ട്, അതായത് എല്ലാ ട്രൈബ്സും ഉള്ള ഒരു സ്കൂളും കൂടിയാണ്. അങ്ങനെയും വരാറില്ല സാധാരണ. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് ഇപ്പോഴും ഓൾമോസ്റ്റ് 66-70 ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് കേട്ടപ്പം അങ്ങനെ ഒരു സർവൈവൽ നടത്തിയ സ്കൂളാണ്. അപ്പോൾ ഒരു സർവൈവലാണ് ഞങ്ങൾക്കും, ജീവിതം ഞങ്ങൾക്കൊക്കെ സർവൈവലല്ലേ. അപ്പോൾ ഈ കുട്ടികൾ 4ാം ക്ലാസ് വരെ ഉള്ളവരേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഇവരെ വന്ന് കാണുക, എങ്ങനെയാണ് ഇവരെ മനസ്സിലാക്കാൻ പറ്റുക? കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ വരുന്ന വ്യത്യാസം. ഞങ്ങൾ ചില ഊരുകളും വിസിറ്റ് ചെയ്തു. അങ്ങനെയാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ ഈ മുത്തങ്ങ സ്കൂളിലെത്തിയത്. ഇവിടെ ശരിക്കും ഞങ്ങൾ നിങ്ങളുടെ ന്യൂസിൻ്റെ ക്ലിപ്പിംഗ് കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. അതുപോലെ ഇതൊരു കാടിൻ്റെ നടുക്കാണ് ഈ കുട്ടികൾ പഠിക്കണേ. എന്നും ഒരു ചലഞ്ചാണ്, ഇവരുടെ ജീവിതം തന്നെ ഒരു ചലഞ്ചാണ്. എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഉയർന്നു വരിക, എങ്ങനെയാണ് ബേസിക് സർവൈവൽ എന്നും കൂടി പഠിച്ചിട്ടാണ് സ്കൂളിൽ വരുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സമൂഹവും അറിയണം, നമ്മുടെ മെമ്പേഴ്സും അറിയണം. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടുപിടിക്കാനും ഇനി ഇങ്ങനെ ഇവിടെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും, പോയിട്ട് ഏത് തരത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞങ്ങൾ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. അതെ, എന്നെ സഹായം എന്ന് പറയുന്നത് അറിയില്ല. ഞാനൊരു വലിയ പ്രോമിസ് തന്ന് പോയിട്ട് വരാതിരിക്കണേലും നല്ലത് തിരിച്ചു പോവുക. പ്രസിഡന്റിന് വരാൻ പറ്റിയിട്ടില്ല, പല ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടില്ല. സോ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് ഏത് തരത്തിലാണ് ഞങ്ങൾ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുക, അതിന് വേറെ ആരൊക്കെ കൂട്ടുപിടിക്കാൻ നമുക്ക് പറ്റും, എല്ലാം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ബിക്കോസ് ഇവരാണ് കേരളത്തിൻ്റെ ഫ്യൂച്ചർ. ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെയാണ് പറയണത്, ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ അവിടുത്തെ കുട്ടികളും അവിടുത്തെ സ്ത്രീകളുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കൂടിയാണ്. ആ ഒരു തരത്തിലാണ് ഇതിന് പോകുന്നത്. വനയോര ഗ്രാമത്തിലെ കുട്ടികളെ കാണാനും അവരെ മനസ്സിലാക്കാനുമായിരുന്നു യാത്രയും ശിശുദിന വിരുന്നും. ഒന്ന്, മുത്തങ്ങയിലേക്ക് അധികം വന്നിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 2, മുത്തങ്ങയെക്കുറിച്ച് പറഞ്ഞും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീഡിയയിലും
പലപ്പോഴും മുത്തങ്ങ സമരം പോലുള്ള കാര്യങ്ങൾ പത്രങ്ങൾ വായിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്കുള്ള ഒരു സാഹചര്യം എന്താണെന്നൊന്നും നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ആഗ്രഹം അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ ഡിസ്കഷൻസിൽ വരികയും, അപ്പോൾ നമുക്ക് എന്നാൽ അവൈലബിൾ ആൾക്കാർക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ ആൾക്കാരുടെ എന്താ പറയുന്നത്, അവരുടെ ഒരു രീതികൾ എന്താണെന്ന് അറിയാവുന്നൊരു ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒന്ന് മല കയറിയതാണ്. വന്നത് എന്തുകൊണ്ടും തീർച്ചയായിട്ടും സന്തോഷമായി. ഞങ്ങൾ ഇന്നിവിടെ മുത്തങ്ങ ഗവൺമെൻറ് LP സ്കൂളിലാണുള്ളത്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ഈ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് നമ്മൾക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവർ കുറേ പാട്ട് പാടി തന്നു. അവർ നമുക്ക് ചാച്ചാജിയുടെ പ്രസംഗം പറഞ്ഞു തന്നു. അങ്ങനെ ഭയങ്കര രസകരമായ കുറേ നല്ല നിമിഷങ്ങൾ മുത്തങ്ങ നമുക്ക് ഓർമ്മയായിട്ടുണ്ട്. ഒപ്പം ഞങ്ങളിവിടെ നമ്മുടെ മറ്റേ വൈൽഡ് ലൈഫ് ഇവിടെ പോയി. ശരി, ഒരുപാട് അതുപോലെ എനിക്കൊന്ന് ആനേനെ ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ടൊന്ന് കാണാൻ പറ്റി എന്നുള്ളത് സന്തോഷമാണ്. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് അതെല്ലാം. ഞാൻ ഈ ഭാഗത്തൂടെ പോയിട്ടുണ്ട്, ബന്ദിപ്പൂർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ടില്ല ഈ സ്ഥലത്ത്. പലപ്പോഴും സുൽത്താൻ ബത്തേരിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഒന്നെങ്കിൽ മൈസൂർ അല്ലെങ്കിൽ മാനന്തവാടി അല്ലെങ്കിൽ ഇങ്ങനെ ബന്ദിപ്പൂർ ഇങ്ങോട്ട് പോയിട്ടുള്ളത് നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ഒരു ക്ലൈമറ്റും കുറച്ച് നല്ല ഓക്സിജനും അല്ലേ, നല്ല വെള്ളവും. എനിക്ക് തോന്നുന്നു അവർക്ക് സാധാരണ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നില്ല. സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കാറുണ്ട്. അതിലുപരി അവർ നേരിട്ട് വന്നതിൻ്റെ അവരാ മൊമെൻറ്റിലുണ്ടായിരുന്നു. അവർ നമ്മളെ കണ്ടിട്ട് അവർ നമുക്ക് വേണ്ടി പാട്ടുപാടി തരാൻ തയ്യാറായിരുന്നു. മലയാള സിനിമയിലെ ലേറ്റസ്റ്റായ, അപ്പോൾ എനിക്കൊന്ന് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ് നരിവേട്ട, അങ്ങനത്തെയൊക്കെ സിനിമകൾ. അതിലെ മിന്നൽ വള ഉൾപ്പെടെയുള്ള പാട്ടുകൾ അവർ പാടി നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന് പ്രത്യേകത. മുത്തങ്ങ നമ്മളൊക്കെ ഒരു ഔട്ടർ ലെയറേ പലപ്പോഴും കാണാറുള്ളൂ. പക്ഷേ അതല്ല, കുറച്ചുകൂടെ അറിയേണ്ട സ്ഥലമാണ്, ഇവിടുത്തെ ജീവിതങ്ങൾ കുറച്ചുകൂടെ പരിചയപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നലാണ് നമ്മളിങ്ങനെ ഒരു യാത്ര കരുതിയത്. തീർച്ചയായിട്ടും ശ്രീ മനോജ് ഖാന, ശശീന്ദ്രൻ അവരുടെയൊക്കെ ഒരു ഡയറക്ഷനും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ എത്തിയത്, സ്കൂളിലേക്ക് എത്തിയത്. നല്ല അനുഭവമാണ്. ഒന്നാമത് കുഞ്ഞുമക്കളോട് ഒരു സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പലപ്പോഴും അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, എങ്കിലും അതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിനാൽ കഴിയുന്നത് എന്താണോ നമുക്ക് പറ്റുന്നത് അതിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം ഞങ്ങൾക്ക് അമ്മയുടെ ഭാഗത്ത് നിന്ന്. ഉറപ്പായിട്ടും നമുക്ക് ഇൻഡിവിജ്വലി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ഒരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെ എത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷ. അല്ല, തീർച്ചയായിട്ടും മുത്തങ്ങ നമ്മളിപ്പം ഈ റോഡിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഒരുവിധം എല്ലാ ഈ ഊരുകളിൽ കുറേയധികം പോയിട്ടുണ്ട്. അട്ടപ്പാടിയിലായാലും കുട്ടമ്പുഴയാണെങ്കിലും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവരുടെ കാര്യങ്ങളുമായിട്ട് പോകാറുള്ള ഒരാളാണ്. അപ്പം പക്ഷേ ഈ മുത്തങ്ങയിൽ ഞാൻ അങ്ങനെ ഊരുകളിലധികം പോയിട്ടില്ല. ഈ ഒരു സ്കൂളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികളാണെങ്കിലും എല്ലാവരും, കാരണം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പാട്ട് നമ്മൾ വരുമ്പോൾ ആലോചിക്കണ്ടായിരുന്നു കുട്ടികൾക്ക് പാട്ടൊക്കെ അറിയാം, എങ്ങനെയായിരിക്കും സിനിമ പാട്ടൊക്കെ എങ്ങനെയായിരിക്കും. പക്ഷേ ഇവിടെ പലരും നമ്മൾ മൊബൈലിൽ നോക്കിയിട്ടാണ് പാടിയത്. പക്ഷെ അവർ എല്ലാ ലിറിക്സും അപ് ടു ഡേറ്റ് ആണ്. എനിക്കൊന്നും നമ്മളെക്കാളും വളരെ അപ് ടു ഡേറ്റ് ആണ് അവർ പല കാര്യങ്ങളും. അപ്പോൾ അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഈ കുട്ടികൾക്ക് പലപ്പോഴും ഇവിടുത്തെ ഒരു പ്രോബ്ലം പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, കുട്ടികൾ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ പഠിത്തം നിർത്തുകയാണ്, അവർ പഠിക്കണില്ല, അല്ലെങ്കിൽ അവർ ജോലി അങ്ങനെ പോവുകയാണ്. പക്ഷേ ആ തരത്തിലല്ല, അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. ഈ ഇടയ്ക്ക് ഊരിപ്പോയപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു അവൾക്ക് പഠിക്കണം, അവൾക്ക് ഇപ്പോഴൊന്നും കല്യാണമൊന്നുമല്ല, ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ തരത്തിൽ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ ശരിക്കും ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ എനിക്ക് തോന്നുന്നു ഈ നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അവയർനെസ്, അതായത് കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഈ കുട്ടികൾ പഠിക്കുന്നത് എന്തിനാണ്, പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണ് അവർ നേടാൻ പറ്റുക എന്നുള്ള ഒരു അവയർനെസ് കൃത്യമായി കൊടുക്കണം. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റും. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ കമ്മിറ്റിയിൽ സംസാരിച്ചു, നമുക്ക് ഇവിടുന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ കമ്മിറ്റി, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുക, അതിനെല്ലാവരും ഒരു തീരുമാനമെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡിസിഷനിലേക്ക് പോകാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു നമ്മളെല്ലാം അറിവാണല്ലോ. നമുക്കിപ്പോൾ മുത്തങ്ങയിൽ നമ്മൾ സഞ്ചരിക്കുന്ന നല്ല ഇൻസൈഡിലേക്ക് അധികം കയറിയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഈ കുട്ടികളുടെ കാര്യം ഭയങ്കര അതൊരു വലിയ അത്ഭുതമാണ്. കാരണം അത്രയും ബ്രില്യൻ്റ് ആണ് ഇവിടുത്തെ കുട്ടികളെല്ലാവരും. അപ്പം ആ തരത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാം. അവരൊരു സമയം കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞും പഠിത്തം നിർത്തുക, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് പഠിത്തം നിർത്തി അവർ ജോലിയിലേക്ക് പോകുമ്പോൾ അവരുടെ കഴിവിനെയാണ് അവിടെ തളച്ചെടുക്കപ്പെടുന്നത്. അതല്ലാതെ അവരുടെ അച്ഛനും അമ്മയ്ക്കുമാണ് അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുക. എല്ലാവരും ഉണ്ട്, നമ്മളുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ട് അടുത്തൊരു മീറ്റിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മളെ കൊണ്ടാവുന്ന എല്ലാം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അത് നേരത്തെ ആലോചിച്ചൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് വന്ന് ഇവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും
അതിനൊക്കെ ആദ്യം ഒരു തുടക്കം മാത്രമാണിത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവിത രീതിയും ബാക്കി എന്തെല്ലാം സൗകര്യങ്ങൾ അമ്മയിൽ കൂടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പഠനം കൂടിയാണ് ഈ വരവിൻ്റെ ഉദ്ദേശം. അപ്പം വരുന്നത് സ്ഥിതിക്ക് കുറച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇതിനോട് അടുത്തുള്ള ആൾക്കാരും എല്ലാവരും സംഘടിച്ച് അങ്ങനെ വന്നതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ പിന്നെ സിനിമയിലുള്ള ഒരു എന്താ പറയേണ്ടത് അതിനോടുള്ള താല്പര്യവും ഇതൊക്കെ കൂടുതലുണ്ടല്ലോ. അപ്പം നമ്മുടെ അമ്മയിലെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് ഇങ്ങോട്ടേ കൂടി ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നിട്ടുള്ളത്. ഒരു തുടക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇനി എല്ലാം അങ്ങോട്ടേക്ക് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം കണ്ടത് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് ഇവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അവരുടെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് തുടക്കം കുറിക്കുന്നത് വയനാട്ടിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ കുട്ടികളുടെ ഇതിൽ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള സന്തോഷവും അതുപോലെ ഒരു കരുതലിന് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ വലിയ കാര്യമാണ്. അതാണ് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയുടെ കരുതൽ ഇവിടെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എനിക്ക് അതിനു വേണ്ടി നമ്മുടെ ജില്ലയിലേക്ക് വന്നതിനുള്ള നന്ദിയും അറിയിക്കുന്നു. വയനാട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വയനാട് അത്രയും നമ്മുടെ ഒരു കേരളത്തിൻ്റെ കാശ്മീർ എന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ. അത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് വയനാട്. അതുകൊണ്ട് തന്നെ വയനാട് സെലക്ട് ചെയ്ത്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്, നവംബർ 14. അപ്പോൾ അമ്മയുടെ കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിരുന്നു ചിൽഡ്രൻസ് ഡേ നമുക്ക് കുട്ടികളുടെ കൂടെ ഒന്ന് ആഘോഷിക്കണം. അമ്മയുടെ എല്ലാ മെമ്പേഴ്സിനെയും നമുക്കിവിടെ എത്തിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും പിന്നെ എത്താൻ പറ്റാവുന്നവർ മാക്സിമം അബൂക്ക ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരും എത്തി കുട്ടികളുടെ കൂടെ. കാരണം ഇന്നത്തെ ദിവസം നമുക്കും കുട്ടികളായി മാറാൻ സാധിക്കുക എന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അതിലപ്പുറം അമ്മയുടെ പ്രവർത്തനങ്ങൾ കുറേയും കൂടി പൊതുസമൂഹത്തിൻ്റെ കൂടി ചേർന്നുകൊണ്ട് ഭാഗമായി നടത്തണം എന്നത് ഞങ്ങളുടെ പുതിയ കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ തുടക്കം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു 7ഓളം കുട്ടികൾക്ക്, ജീവിതത്തിൽ ഇതുവരെ ശബ്ദങ്ങൾ കേൾക്കാത്ത കുട്ടികൾക്ക് അമ്മ നേതൃത്വം കൊടുത്ത് അവർക്ക് ഈ ശബ്ദ ഉപകരണം ഉണ്ടല്ലോ അതടക്കം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ സമൂഹവുമായി അടുത്ത് ബന്ധപ്പെട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ അബൂക്ക പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഇതെന്തോ സിനിമാ നടിമാരും അല്ലെ ആക്ടേഴ്സൊക്കെ കുറേ ദൂരമാണ് എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അതല്ല, എല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു ഭൂമിയാണ് നമ്മുടേത്. അങ്ങനെ ഏറ്റവും ഇവരായിട്ട് വന്ന് കുട്ടികളുടെ കൂടെ പാടാനും അവരുടെ കൂടെ ചിരിക്കാനും കളിക്കാനും ഞങ്ങളൊരു സമയം കണ്ടെത്തി. അത് വയനാട് തിരഞ്ഞെടുത്തതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ കണ്ണൂർക്കാരനാണെങ്കിലും എനിക്കും വയനാട് ഭയങ്കര ഇഷ്ടമാണ്. വയനാട് ആക്ച്വലി ഞാൻ കോഴിക്കോട് നിന്നാണ്. അപ്പം എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക വയനാട് തന്നെയാണ്, ഓഫ് കോഴ്സ്. കാരണം അത്രയും നമ്മളൊരു നെയ്ബേഴ്സ് പോലെയാണല്ലോ. അപ്പം വളരെ സന്തോഷത്തോടെയാണ് ഇങ്ങനെയൊരു കാര്യം അമ്മ അസോസിയേഷൻ തീരുമാനിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും അതിന് പങ്കുചേരാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ എത്തി. ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരിക്കും. കുട്ടികളുടെ കൂടെ പാട്ടും തമാശകളും ചിരിക്കുകയൊക്കെ ചെയ്ത് അവരുടെ കൂടെ ഫുഡ് കഴിക്കുക. എപ്പോഴും അതൊരു നല്ല ഫീലിംഗ് അല്ലേ. നമ്മൾ ഞാൻ ഇതിനൊരു ചാരിറ്റി എന്ന വാക്ക് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. അത് ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ സമയം എന്താ പറയുക, ഇതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷം ഇരട്ടിയാവുകയാണ്. അപ്പോൾ ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ആയ ഒരു ദിവസമാണ് ഇന്നത്തെ. എനിക്ക് കൂടെ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് അവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അവർ ഇനി വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ആ റിയാക്ഷനും ഇനി വേണം, ചിക്കൻ പീസ് വേണം, ബിരിയാണി വേണം, ചോറ് വേണം എന്നൊക്കെ പറയാം. പിന്നെ ഒരു കുട്ടിക്ക് എനിക്ക് ഭാഗ്യമുണ്ടായി. ആ കുട്ടി കഴിക്കാൻ അങ്ങനെ മടിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു വാരിത്തരണോ എന്ന് ചോദിച്ചു. അമ്മയെ വാരിത്തരുന്നതാണ് വീട്ടിൽ. പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാരിത്തരാമെന്നത്. അപ്പോൾ അങ്ങനെ വാരിത്തരുന്ന അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു സത്യത്തിൽ. അത് ആൾക്കാരാണ് അങ്ങനെ ആക്കുന്നത്. നമ്മൾ ആക്ച്വലി നമ്മളെല്ലാവരും ഒരേ യൂണിവേഴ്സിലാണ്. എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ അറിയാലോ, നമ്മുടെ ഏറ്റവും കൂടുതൽ
ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് വയനാടിനെ കുറിച്ച് ഓർത്തായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെ പ്രത്യക്ഷത്തിൽ വന്നില്ല എന്നുള്ളൂ. പ്രസൻസ് ഇല്ലെങ്കിലും നമ്മൾ വി വെർ വിത്ത് ദം. മാനസികമായിട്ട് എപ്പോഴും നമ്മൾ അത് വയനാട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എവിടെയാണെങ്കിലും ആർക്കും ഇങ്ങനെ ഒരു വിഷമോ വേദന ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരങ്ങനെയാണ്. അപ്പം നമ്മളൊക്കെ മനുഷ്യരാണ്. പിന്നെ ഈ നമ്മൾ എന്താ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് വേറെ അതൊക്കെ ആൾക്കാരാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ഞങ്ങളും ചിന്തിക്കുന്നത്. നിങ്ങൾക്കുണ്ടാവില്ലേ ഈ ഒരു ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്താലുള്ള സന്തോഷം? അതേ സന്തോഷം തന്നെ ഞങ്ങൾക്കുള്ളത്. സോ വി ആർ ഓൾ ആക്ച്വലി ഈക്വൽ. പിന്നെ നമ്മൾ കാഴ്ചപ്പാടിലാണ് ആൾക്കാർ. അത് ഞാൻ എങ്ങനെ നിങ്ങളെ കാണുന്നു അത് വ്യത്യാസമായിരിക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ആക്ച്വലി വി ആർ ഓൾ ദ സെയിം. വയനാട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇവിടുത്തെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഉണ്ടാന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം കാലിധർമ്മൻ സംവിധാനിച്ചത്. സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ മറ്റേ ചുരം കയറണത്. അത് വലിയൊരു വിജയമായിരുന്നു. പിന്നെ അതിന് ശേഷം കണ്ണൂർ സ്ക്വാഡ്, പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിഥുൻ മാനുവൽ തോമസ് കൂടിയാണ് ഞാൻ എടക്കൽ കേവ് കാണുന്നത് തന്നെ. എടക്കൽ കേവ്, തിരുനെല്ലി ക്ഷേത്രം, അതുപോലെ തന്നെ കുറുവാദ്വീപ്, ചേമ്പ്ര പീക്ക് ഒക്കെ ഓടി നടന്ന് കണ്ടുള്ള ആളാണ്. അപ്പോൾ വയനാടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വയനാട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തോ ഒരു നിമിത്തം പോലെ ഇപ്പോൾ 8-10 തവണ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പോയൊരു 5-6 വർഷത്തിനകത്തൊരു 10 തവണകളായി പലപ്പോഴായിട്ട്. ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളുടെ ദിനമാണല്ലോ, ചിൽഡ്രൻസ് ഡേ ആണ്, ചാച്ചാ നെഹ്റുവിൻ്റെ പിറന്നാളാണ്. ഇത്രയും കുട്ടികൾക്ക് നമുക്ക് ബിരിയാണി വിളമ്പി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു എന്താ പറയുക വലിയൊരു ഇതല്ലേ. ഒരു ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പോസിറ്റീവായിട്ടൊരു കാര്യമല്ലേ. കുട്ടികൾ കഴിക്കുന്നു, വീട്ടിൽ മോനെ ഓർമ്മ വരും. അവനിങ്ങനെയാണ് കുറച്ചായിട്ടേ കഴിക്കുള്ളൂ, മെല്ലെ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചില ഭക്ഷണങ്ങൾ പിച്ചിട്ട് കൊടുക്കണം, അപ്പോഴേ കഴിക്കുള്ളൂ, മടി. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര രസമല്ലേ. സാധാരണഗതിയിൽ ഈ താരങ്ങൾ വേറെ മനുഷ്യർ വേറെ എന്നുള്ള തരത്തിൽ അങ്ങനെയാണല്ലോ. നിങ്ങളൊക്കെ നക്ഷത്രങ്ങളായിട്ട് കാണുന്ന ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. പൊതു കാഴ്ചപ്പാടാണ്. എനിക്ക് അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. മേഖല മാത്രമാണല്ലോ. തീർച്ചയായിട്ടും എന്തല്ല നമ്മൾ ഈ പെർഫോം ചെയ്യണ ഫുള്ള് പല മനുഷ്യരല്ലേ. അപ്പോൾ ആ മനുഷ്യത്വം നമുക്ക് മനസ്സിലാത്ത ഒരാൾക്ക് നല്ലൊരു നടനാവാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എല്ലാവരുടെ വിശ്വാസമാണെന്നില്ല എൻ്റെ വിശ്വാസം. അതെ തീർച്ചയായിട്ടും. പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇപ്പോൾ പുതിയൊരു ഭരണസമിതി നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 90 ദിവസം, ഇന്ന് കൃത്യം പറഞ്ഞ ഓഗസ്റ്റ് 15 തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ ഒക്ടോബർ ഇന്ന് 90-ാം ദിവസമാണ്. 90 അല്ലെങ്കിൽ 91 അപ്പോൾ 3 മാസത്തിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ആക്ടിവിറ്റി ഇപ്പോൾ പല കാര്യങ്ങളിൽ പല തോതിൽ പല ആൾക്കാർ പലതവണ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുള്ള സംഘടനയാണ് അമ്മ. അപ്പം അതല്ലാതെ സഞ്ജീവനി എന്ന് പറഞ്ഞ് പഴയ നമ്മുടെ ശ്രീ ബാബുരാജ് അദ്ദേഹം തുടങ്ങി വെച്ചു. പലരും മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച് സഞ്ജീവനി എന്ന് പറഞ്ഞ ഒരു മരുന്നുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഒരുപാട് സീനിയർ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ആൾക്കാരെയും നമ്മൾ പൂർണ്ണമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് വഴി നമ്മൾ പരിരക്ഷ കൊടുക്കുന്നുണ്ട്. പിന്നെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ വളരെ മികച്ച പ്രകടനം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ചെറിയ തോതിലുള്ള പിഴവുകൾ. അപ്പോൾ പിഴവുകൾ മുഴുപ്പിച്ച് കാണിക്കാതെ നേട്ടങ്ങൾ കാണിച്ചാലേ പോലും വേണ്ടില്ല, പക്ഷെ പിഴവുകൾ ഇങ്ങനെ മുഴുപ്പിച്ച് കാണിക്കുന്ന ഒരു പരിപാടി നിർത്തിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതെ പിന്നെ തീർച്ചയായും ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സീനിയർ ജൂനിയർ വലിപ്പ ഭേദമില്ലാതെ അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താ പറയുക നല്ല തോതിലൊരു ഒത്തൊരുമയോടെ പോകാൻ കഴിയുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ഒരു 2028 പോകാൻ കഴിഞ്ഞാൽ നല്ല പ്രകടനം ഇനിയും കാഴ്ചവെക്കാൻ പറ്റും. അല്ലല്ല പിന്നെ ഉറപ്പായിട്ടും വയനാട് എന്താ പറയുക, ഇപ്പം എൻ്റെ അടുത്ത് കണ്ണൂരുള്ള പലരും അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പലരും ചോദിക്കും കണ്ണൂർ എവിടെ സ്ഥലം ചോദിക്കാറുണ്ട്. അത് കണ്ണൂർ സ്ക്വാഡുകാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു പലരും ചോദിക്കാറുണ്ട് ചേട്ടൻ ഇവിടെ ഉള്ള ബന്ധുവീടുണ്ടോ അല്ലെങ്കിൽ ചേട്ടനോട് അടുപ്പുണ്ടോ. അതുകൊണ്ട് വയനാട് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ പുൽപ്പള്ളിയിലാണ് നമ്മുടെ സിനിമയുടെ ഒരു മേജർ ഭാഗം ചിത്രീകരിച്ചത്. നമ്മുടെ ഉണ്ടയിലും കുറച്ച് ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട്, കണ്ണൂർ സ്ക്വാഡിലുണ്ട്. അപ്പോൾ പലർക്കും അത് ഇന്നും അറിയാത്തൊരു എന്താ പറയുക അത്രയും ഭയങ്കര ഭംഗിയുള്ളൊരു ഭൂപ്രകൃതിയാണ്. പിന്നെ ഇപ്പോൾ പലരും നമ്മുടെ ഇവിടെയുള്ള പല സുഹൃത്തുക്കളും പറയണേക്കാം ഭയങ്കരമായിട്ട് നമ്മുടെ ചുരുൾമല ദുരന്തത്തിന് ശേഷം ഒരുപാട് ടൂറിസം കീഴെ പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് ടൂറിസത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട്. നല്ല ഒരുപാട്
നല്ലതുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന്. ഇവിടെയുള്ള ആൾക്കാർക്കും ജീവിക്കണ്ടേ. സ്ക്രീനിൽ കണ്ടവരെ നേരിട്ട് കണ്ട സന്തോഷം കുട്ടികൾക്ക്. കൊണ്ട് ഞാൻ ഓരോ പേപ്പർ ഇങ്ങനെ കഴിപ്പിക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ വന്നത് നോക്ക്. വലിച്ചേ കൈയ്യടി എടുത്തേ. കണ്ടറിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. ഇനിയും ചുരം കയറാൻ അത് മതിയെന്ന് സിനിമാ പ്രവർത്തകർ. ആടിയും പാടിയും അതൊരാഘോഷമായി മാറി. കുട്ടികൾക്കും അധ്യാപകർക്കും മാത്രമല്ല, താരസംഘടനയിലെ പ്രതിനിധികൾക്കും ആഹ്ലാദത്തിന്റെ നിമിഷം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.